പ്രണയം ഒരു ത്യാഗമാണെന്ന് പ്രകൃതി നമ്മെ പഠിപ്പിക്കുന്നത് ഇവിടെയാണ്. നമ്മുടെ മലമുഴക്കി വേഴാമ്പലുകളിലൂടെ മുട്ടയിടാറാകുമ്പോൾ പെൺപക്ഷി സുരക്ഷിതമായ ഒരു പരപ്പത്തിനുള്ളിൽ കയറും. പിന്നീട് പുറം ലോകവുമായുള്ള ബന്ധം അവൾ ഉപേക്ഷിക്കുകയാണ്. അവർ ഉള്ളിൽ സുരക്ഷിതരാണെന്ന് ഉറപ്പാക്കാൻ ആൺപക്ഷി പുറത്തുനിന്ന് ആ കൂട് ചെളിയും മണ്ണും കൊണ്ട് അടയ്ക്കുന്നു. വായു കടക്കാനും ഭക്ഷണം നൽകാനും ഒരു ചെറിയ ദ്വാരം മാത്രം ബാക്കി. ഇനിയാണ് ഏറ്റവും വലിയ നോവ്. ഉള്ളിലെ ഇരുട്ടിൽ വരാനിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് മൃദുവായ മെത്തയൊരുക്കുവാൻ സ്വന്തം നെഞ്ചിലെ തൂരുകൾ ഓരോന്നായി പൊഴിക്കുകയാണ് ആ അമ്മ. പിന്നീടുള്ള മാസങ്ങളിൽ ആൺപക്ഷിയുടെ തോളിലാണ് വലിയ ഉത്തരവാദിത്വം. അവനാണ് ഉള്ളിലുള്ള അമ്മയ്ക്കും കുഞ്ഞുങ്ങൾക്കും ഭക്ഷണം എത്തിക്കുന്നത്. അവനൊന്ന് ക്ഷീണിച്ചാൽ ആ കുടുംബം മുഴുവൻ പട്ടിണിയിലാക്കും. പക്ഷേ കാടിന്റെ നിയമം ക്രൂരമാണ്. ഇര തേടിപ്പോയ ആൺപക്ഷിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ തിരിച്ചു വരാൻ കഴിഞ്ഞില്ലെങ്കിൽ ഉള്ളിൽ അടച്ചിട്ട ആ അമ്മയും കുഞ്ഞുങ്ങളും പട്ടിണി കിടന്ന് പുറത്തിറങ്ങാനാവാതെ ഈ കാടിനുള്ളിൽ മാഞ്ഞുപോക്കും. കുഞ്ഞുങ്ങൾ കുറച്ചു വലുതായാൽ പുതിയ തൂവലുകളുമായി സുന്ദരിയായി പെൺപക്ഷി പുറത്തിറങ്ങും. വീണ്ടും കൂട് പഴയതുപോലെ അടയ്ക്കും. കുഞ്ഞുങ്ങൾ സുരക്ഷിതരായി കൂട്ടിൽ കഴിയും. അച്ഛനും അമ്മയും ചേർന്ന് കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം എത്തിക്കും. ഒരു കാര്യം കൂടിയുണ്ട്. കൂട് വൃത്തികേടാകാതിരിക്കാൻ അമ്മക്കിളിയും കുഞ്ഞുങ്ങളും കാഷ്ടിക്കുന്നത് കൃത്യമായി ആ ദ്വാരത്തിലൂടെ പുറത്തേക്കായിരിക്കും. അതുകൊണ്ട് തന്നെ അവരുടെ കൂടെ എപ്പോഴും വൃത്തിയായിരിക്കും. കുഞ്ഞുങ്ങൾ പറക്കാറായി കഴിയുമ്പോൾ കൂട് പൊളിച്ച് അവരെ പുറത്തേക്ക് ക്ഷണിക്കും. ഇത്രമേൽ ജീവൻ പണയം വെച്ചുള്ള സ്നേഹവും കരുതലും ഒരുപക്ഷെ മനുഷ്യരിൽ പോലും കാണില്ല.